കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദത്തിനിടെ അപമാനിതയായതിൽ വിഷമമുണ്ടെന്ന് ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി സ്വദേശി ആനന്ദവല്ലി. അധ്വാനിച്ചുണ്ടാക്കിയ പണം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. നല്ല മറുപടി ലഭിക്കാത്തതിൽ വലിയ വിഷമമുണ്ട്. മന്ത്രിയെ കണ്ട സന്തോഷത്തിലാണ് ചോദ്യം ചോദിച്ചത് എന്നും ആനന്ദവല്ലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്നും ED കണ്ടുകെട്ടിയ പണം നിയമപരമായി വിതരണം ചെയ്യാൻ തടസ്സമുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഇരിങ്ങാലക്കുട പോർത്തുശ്ശേരി കണ്ടാരത്തറ മൈതാനത്ത് നടന്ന കലുങ്ക് സംവാദ പരിപാടിക്കിടെയാണ് ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് സഹായം ചോദിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം തിരികെ ലഭിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചോദ്യം. എന്നാൽ പൊതുമധ്യത്തിൽ വെച്ച് മന്ത്രി അതിന് നൽകിയ മറുപടി വീണ്ടും വിവാദമായതോടെയാണ് ആനന്ദവല്ലിയുടെ പ്രതികരണം. സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെയ്യുന്നതാ. അപ്പോൾ കോർപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു DDനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ അടുക്കേ ചെല്ലൂ എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല. ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആള് പറഞ്ഞില്ല. അതിനൊരു വിഷമം എനിക്കുണ്ട്. അതേസമയം തൃശൂർ പള്ളിയിലും പൊറത്തുശ്ശേരിയിലും നടന്ന കലുങ്കു സംവാദങ്ങളിലുണ്ടായ വിവാദങ്ങളെ തുടർന്ന് രൂക്ഷ വിമർശനമാണ് CPM കേന്ദ്രമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. കലുങ്കു സംവാദം ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയെന്നും ജനപ്രതിനിധിക്ക് ചേർന്ന നടപടിയല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. എന്തൊരു ധിക്കാരപരമായ ഭാഷയാണ്. ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ഒരു MPയോ ഒരു MLAയോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും പറയാൻ പാടില്ലാത്ത നിലപാടാണ് സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത്. പൊതുസമൂഹം ഇത് കാണട്ടെ എന്നല്ലാതെ മറ്റൊന്നും എനിക്കിതേ സംബന്ധിച്ച് പറയാനില്ല. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തത് സംബന്ധിച്ചുള്ള സുരേഷ് ഗോപിയുടെ വിമർശനത്തിന് അബ്ദുൽ ഖാദർ മറുപടി നൽകി. ED കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ടെന്നും പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ കേസുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇത് തീർപ്പാക്കാതെ പണം വിതരണം ചെയ്താൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും വിശദീകരണം. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന കലുങ്കു സംവാദങ്ങളിൽ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് BJP സംസ്ഥാന നേതൃത്വവും ജില്ലാ ഘടകങ്ങളും. ന്യൂസ് മലയാളം, തൃശൂർ.